അമൃതാരിഷ്ടവും അഭയാരിഷ്ടവും ബലാരിഷ്ടവും ജീരകാരിഷ്ടവും ദശമൂലാരിഷ്ടവും പിപ്പില്യാസവും വാശാരിഷ്ടവും കനകാസവും അതുപോലെ തന്നെ ശാരിബാദ്യാസവം നിംബാമൃതാസവം നിംബാദ്യരിഷ്ടം ഒക്കെ പിപ്പില്യാസവം കനകാസവം ലോഹാസവം ലോദ്രാസവം ഇതൊക്കെ പൊതുവെ ഉപയോഗിച്ചു വരാറുണ്ട്. പിന്നെ അതുപോലെ മുസ്താരിഷ്ടം പടോലരസം ആമലകാരിഷ്ടം ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിച്ചു വരാറുള്ള അരിഷ്ടങ്ങൾ. ഇനിയുണ്ടിട്ട് ഒരുപാട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞത് മാത്രം. അരിഷ്ടാസവങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അരിഷ്ടാസവങ്ങളാകുമ്പോൾ എളുപ്പം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തോളും. കാരണം അത് പുളിപ്പിച്ച് തയ്യാറാക്കുന്നതാണ്. പിന്നെ മധുരം ഉണ്ടാവല്ലോ, ശർക്കര ഒരു 40% ശർക്കര ഏകദേശം ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് സൗകര്യമായിരിക്കും. താരതമ്യേന കഷായത്തെ അപേക്ഷിച്ച് അരിഷ്ടങ്ങൾക്ക് വീര്യം കുറവാണ് എന്ന് പറയും. കഷായമാണ് കൂടുതൽ പവർഫുൾ എന്ന് പറയാം. ഓക്കെ, കാരണം നമ്മള് കഷായങ്ങൾ തയ്യാറാക്കുന്നത് ഒരു 20 ഇരട്ടി വെള്ളം ഒഴിച്ച് 20-1 വറ്റിച്ച് അരിച്ചെടുത്തിട്ടാണ് കഷായങ്ങൾ ഉപയോഗിക്കുന്നത്. അരിഷ്ടങ്ങൾ മിക്കപ്പോഴും നമ്മൾ 4-1 ആയിട്ട് വറ്റിക്കാറുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വീര്യം സ്ട്രെങ്ത് താരതമ്യേന കുറവാണെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഇത് പുളിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് എളുപ്പം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമാണ്. വലിയവരായാലും നിങ്ങൾക്ക് കഷായം കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് അരിഷ്ടങ്ങൾ പൊതുവെ നിശ്ചയിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിലെ പ്രധാന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഷ്ടാസവങ്ങൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഏത് രോഗാവസ്ഥയിലും അതിൽ അല്പം ആമാവസ്ഥ ഉണ്ടാവും. അതായത് വളരെ കാലമായിട്ട് ഇപ്പൊ നിങ്ങൾ രോഗാവസ്ഥ തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ 2 മാസം 3 മാസം 6 മാസം എന്നൊക്കെ പറഞ്ഞാലും അതിനേക്കാളും ചിലപ്പോൾ അത്ര തന്നെയോ അതിൽ കൂടുതലോ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ സമയമായിട്ട് നിങ്ങളുടെ ഉള്ളില് ഈ രോഗാവസ്ഥ സംജാതമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ആമാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ആമപാചനം എന്ന് പറയുന്നത് ഏത് രോഗാവസ്ഥയും ചികിത്സിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഒരു ക്ലെൻസിങ് എന്ന് ഞാൻ പറയാറില്ലേ, അപ്പൊ അത് തന്നെ ആ ശുദ്ധി വരുത്തുക. അപ്പൊ ഈ ആമാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ അഗ്നിമാന്ദ്യം ഉണ്ടാവും, ഡൈജസ്റ്റീവ് പവർ കുറവായിരിക്കും, ദഹനരസങ്ങളുടെ ഉത്പാദനം കുറവായിരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഔഷധങ്ങളായാലും ആഹാര സാധനങ്ങളായാലും അത് പൂർണ്ണമായിട്ട് ദഹിക്കാതെ കെട്ടിക്കിടന്ന് ഒരു മല സമമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ മലങ്ങളായിട്ടുള്ള വിയർപ്പും മലവും മൂത്രവും ആർത്തവരക്തവും അതുപോലെ കർണമലം നാസാമലം ഇത്തരം സംഗതികളൊക്കെ പോലും ദുഷിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ ആമാവസ്ഥ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ദഹനം കൃത്യമായിട്ട് നടന്ന് ആ വേസ്റ്റ് പാർട്ട് എലിമിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കാത്തത്. ഓക്കെ, അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ ഏത് രോഗാവസ്ഥ വന്നു കഴിഞ്ഞാലും അതിൽ ഈ ആമപാചനം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പാചനത്തിനായിട്ട് സഹായിക്കുന്ന സംഗതികളാണ് ഈ മുത്തങ്ങയും കടുക്കയും ഒക്കെ. പൊതുവെ പാചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണോ ഉള്ളത് അതിനെ പൂർണ്ണമായിട്ട് ദഹിച്ച് പാചനം വരുത്തുക, പജിപ്പിക്കുക, ദഹിപ്പിച്ച് കളയാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ കടുക്ക ഇതിൽ ഒന്നാമനാണ്. അപ്പൊ അതില് ഒന്നാമത്തെ സംഗതിയാണ് അഭയാരിഷ്ടം. ഓക്കെ, അപ്പൊ ഈ കടുക്കയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ദഹിക്കാതെ കിടക്കുന്ന സംഗതി അവിടെ ഉണ്ടോ, ആമാവസ്ഥ അവിടെ ഉണ്ടോ, അതിനെ പജിപ്പിച്ച് ദഹിപ്പിച്ച് കളയുന്നതിന് സഹായിക്കുന്നു. പിന്നെ ഒരു മറ്റൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എന്താണോ നമ്മൾ ചേർക്കുന്നത് അതിന്റെ ഗുണം കാണിക്കും. അതായത് ഇപ്പോ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ കുറുന്തോട്ടിയാണ് ചേർക്കുന്നതെങ്കിൽ ആ കുറുന്തോട്ടിയുടെ ഗുണമായിരിക്കും കൂടുതലായിട്ട്. കാരണം ആ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയെ ദഹിപ്പിച്ച് കളയുന്നു കടുക്കയുടെ പ്രവർത്തനം ഫലം പാചന ഫലമായിട്ട് പജിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട്. എന്നിട്ട് ആ ഔഷധത്തിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദശമനമാണ്. ഓക്കെ, കുറുന്തോട്ടി വാദശമനമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നടക്കണം. ഇനിയിപ്പോ ചിറ്റമൃത് അമൃതാരിഷ്ടം പോലുള്ള സംഗതികളാണ് ചേർക്കണമെങ്കിൽ ആ അമൃതിന്റെ ഗുണം എന്താ, ഈ ആമപാചനവും ദീപനവും തന്നെയാണ്. അതുപോലെ ജ്വരത്തെ ഇല്ലാതാക്കുന്നു, വേദന ഇല്ലാതാക്കുന്നു, ആമാവസ്ഥ ഇല്ലാതാക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ അമൃതിന്റെ ഫലം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഗുണം കിട്ടും. ഇനിയിപ്പോ നമ്മൾ ജീരകാരിഷ്ടം ചേർത്താലും ദശമൂലാരിഷ്ടം ചേർത്താലും ദ്രാക്ഷാരിഷ്ടം ചേർത്താലും പിപ്പില്യാസവും ചേർത്താലും ഒക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നർത്ഥം. ഓക്കെ, അപ്പൊ ഈ ആമപാചനത്തിനായിട്ട് നമ്മൾ അഭയാരിഷ്ടം ചേർക്കേണ്ടി വരും. ഇനിയിപ്പോ കുട്ടികളുടെ കേസൊക്കെ ആണെങ്കിൽ ഇതേ ഫലം ഒരു ആമപാചനം ഒരു ദോഷപാചനം അവിടെ നടക്കുന്നുണ്ട്. അതായത് മുത്തങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ. അതായത് ഉദാഹരണത്തിന് മുസ്താരിഷ്ടം തന്നെ. അപ്പൊ മുസ്താരിഷ്ടം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ദോഷപാചനമൊക്കെ അവിടെ നടക്കുന്നു, ആ ദഹനമൊക്കെ ശരിയാവുന്നു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ദോഷാവസ്ഥ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ദഹിച്ച് കളയുന്നു. ഒപ്പം തന്നെ കൊടുക്കുന്ന മറ്റ് ഔഷധങ്ങൾ ശരിയാവണം ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ആ ഉണ്ടായിട്ടുള്ള രോഗാവസ്ഥ ഇല്ലാതാവുന്നു, അതിന് സഹായകരമാകുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ അരിഷ്ടങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. വലിയവരായാലും ചിലപ്പോ ഇത്തിരി ക്ഷീണം തളർച്ച എന്നൊക്കെ പറയുമ്പോൾ ദ്രാക്ഷാരിഷ്ടം ലോഹാസവും അതുപോലെ ശോധന കുറവ് എന്ന് പറഞ്ഞാൽ അഭയാരിഷ്ടം, വാദസംബന്ധമായ വേദനകൾ തരിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബലാരിഷ്ടം. ഓക്കെ, അതുപോലെ രക്തക്കുറവ് അനീമിയ എന്ന് പറയുമ്പോൾ ദ്രാക്ഷാരിഷ്ടം കൂട്ടും. ഇനി ചുമ കഫക്കെട്ട് എന്ന് പറയുമ്പോൾ പിപ്പില്യാസവും കൂട്ടും. അതുപോലെ വാദസംബന്ധമായ വായു വയറിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ദശമൂലാരിഷ്ടം കൂട്ടും. അതുപോലെ ദഹനം തീരെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ജീരകാരിഷ്ടം കൂട്ടാം. ശോധന കുറവാന്ന് പറഞ്ഞാൽ ആമലകാരിഷ്ടം കൂട്ടാം. ഇങ്ങനെ ഇതിന്റെ കൂടെ ഇത്തരം സംഗതികളൊക്കെ കണക്കാക്കിക്കൊണ്ട് ഒപ്പം തന്നെ രോഗിയുടെ രോഗാവസ്ഥയും ഈ ആമാവസ്ഥയും ദോഷസ്ഥിതിയും രോഗതീവ്രതയും പ്രായവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് വേണ്ടതായ അരിഷ്ടങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് എടുക്കേണ്ട അരിഷ്ടങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഉപയോഗിച്ചു വരുന്നത് ഇത് ഓരോരുത്തരുടെയും ഓരോ ഡോക്ടറും അവരവരുടെ അനുസരിച്ച് വിവിധ രീതികളിൽ സംയോജിപ്പിച്ച് ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം ഔഷധങ്ങളും ഈ അരിഷ്ടാസങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില സംഗതികളൊന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് താതിരിപ്പൊക്കെ ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന 1 മാസത്തോളം സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഷായം വെച്ച് ഒരു 4-1 വറ്റിച്ച് അരിച്ചെടുത്ത് അതിൽ പൊടിമരുന്നുകളൊക്കെ ചേർത്ത് അതുപോലെ താതിരിപ്പൊക്കെ ചേർത്ത് കെട്ടിവെക്കുകയാണ് 1 മാസത്തോളം. അങ്ങനെ പുളിപ്പിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശർക്കരയൊക്കെ ധാരാളം ചേർക്കുന്നുണ്ട്. പ്രമേഹ രോഗം അധികമായിട്ടുള്ളവർക്ക് പ്രമേഹം കൂടാനായിട്ട് ഇടവരും ഈ അരിഷ്ടാസവങ്ങൾ ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ ഈ താതിരിപ്പൂ പോലുള്ള സംഗതികൾ ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന ഒരു ഔഷധമായതുകൊണ്ട് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ
അസിഡിറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട്. അസിഡിറ്റിയും പ്രമേഹം ഉള്ളവർക്കൊന്നും അരിഷ്ടാസവങ്ങൾ പൊതുവെ അനുയോജ്യമല്ല. ഓക്കെ, അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാലും പെട്ടെന്ന് എളുപ്പത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് ശരീരത്തിലേക്ക് പിടിച്ചു വരുന്നതിനായിട്ട് സഹായകരമാവും. അപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ രോഗതീവ്രത അത്ര കാഠിന്യമില്ല, രോഗം തുടങ്ങിയിട്ടുള്ളെങ്കിൽ നമ്മൾ കഷായമൊന്നും വേണ്ടി വരില്ല, അരിഷ്ടം തന്നെ മതിയാവും. അതുപോലെ ബാലന്മാർക്ക്, അതായത് കുട്ടികൾക്കാണെങ്കിൽ ചികിത്സ ഇതുപോലെ തന്നെയാണ്. വൃദ്ധന്മാർക്കാണെങ്കിലും വൃദ്ധന്മാരെയും ബാലന്മാരെയും ഏറെക്കുറെ ഒരേപോലെ പരിചരിക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് അരിഷ്ടങ്ങൾ മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുള്ളത് പ്രമേഹവും അതുപോലെ അസിഡിറ്റി ഉണ്ടെങ്കിൽ അരിഷ്ടാസവങ്ങൾ ഒഴിവാക്കും. അപ്പൊ ഇതൊക്കെയാണ് അരിഷ്ടാസവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളും അതിന്റെ ചില യുക്തികളും ഇവിടെ ചുരുക്കി പറഞ്ഞു മാത്രം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.